എല്ലാവർക്കും നമസ്കാരം. പൃഥ്വി വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു പായസത്തിൻ്റെ റെസിപ്പിയാണ് എടുത്തിരിക്കുന്നത്. സേമിയ പായസം എല്ലാവർക്കും വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പായസമാണ്. വളരെ സിമ്പിളാണ്, അധികം ഇൻഗ്രീഡിയൻസ് വേണ്ട, വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കാനും പറ്റും. നമ്മളിപ്പോൾ ഞാൻ ഈ പ്രധാനപ്പെട്ട വലിയ വിശേഷങ്ങൾക്ക്, അതായത് ഓണം, വിഷു പോലുള്ള ദിവസങ്ങളിലൊക്കെ ഞാൻ സേമിയ പായസമാണ് മിക്കവാറും ഉണ്ടാക്കുന്നത്. ചിലപ്പോൾ ഒരു ചേഞ്ചിന് വേണ്ടിയിട്ട് എന്തെങ്കിലും മാറ്റം വരുത്തും. ശർക്കര പായസം വെക്കുവാണെങ്കിൽ തേങ്ങ പിഴിഞ്ഞ് പാലെടുക്കണം, അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. പക്ഷെ ഇതാവുമ്പോൾ നമുക്ക് പാല്, കണ്ടൻസ്ഡ് മിൽക്ക്, വേണമെങ്കിൽ കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കാം. ഞാൻ എപ്പോഴും കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കാറുണ്ട്, അതൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. അപ്പം ഞാനിന്ന് സേമിയ പായസമാണ് ഉണ്ടാക്കുന്നത്. ഞാൻ ഇതിനു മുൻപ് ബോളി ഉണ്ടാക്കി ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ സേമിയ പായസം ഉണ്ടാക്കി അത് നിങ്ങളെ കാണിക്കുകയും ചെയ്തു. പക്ഷേ അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഷോർട്സ് ആയിട്ട് ഞാൻ ഇട്ടിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. പക്ഷേ ഇന്ന് ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടാണ് ഇടുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ഒരു സ്റ്റുഡൻറ്റ് ഇപ്പോൾ ഓസ്ട്രേലിയയിലാണ്. സ്റ്റുഡൻറ്റും ഫാമിലി ഫ്രണ്ടും അവരുടെ പേരൻസൊക്കെ ഞങ്ങളുടെ ഫാമിലിയായിട്ട് വലിയ ക്ലോസ് ആണ്. അപ്പോൾ സജി എന്നാണ് പേര്. ഓസ്ട്രേലിയയിൽ അവർ സെറ്റിൽ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ എന്നോട് പറഞ്ഞു ഇതൊന്ന് ഇടണം, ഒരു വീഡിയോ ഒന്നിടണം, കണ്ടിട്ടില്ല, അപ്പോൾ അതുകൊണ്ട് ഒന്ന് വീഡിയോ ഇടണം എന്ന് പറഞ്ഞു സജിയും വൈഫും ഒക്കെ അവിടെ സെറ്റിൽ ചെയ്തിരിക്കുകയാണ് ഓസ്ട്രേലിയയിൽ. ഇടയ്ക്ക് നാൾ വന്നപ്പോൾ എൻ്റെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു, എന്നെ കാണാനൊക്കെ വന്നിരുന്നു. അപ്പോൾ ഞാൻ ഇത് സജി പറഞ്ഞത് കൊണ്ടാണ് ഈ ഡീറ്റെയിൽഡ് ആയിട്ട് ഈ വീഡിയോ ഇടുന്നത്. അത് ഒരു കാര്യം. പിന്നെ ഞാൻ കുറച്ച് ക്വാണ്ടിറ്റിയാണ് എടുക്കുന്നത്. ഞാൻ മിക്കതും കുറച്ച് ക്വാണ്ടിറ്റിയെ ഞാൻ ചെയ്ത് കാണിക്കാറുള്ളൂ, ഒരുപാട് അങ്ങനെ എടുക്കാറില്ല. 1/2 ലിറ്റർ. അപ്പോൾ ഇപ്പം നമുക്ക് കൂടുതൽ ക്വാണ്ടിറ്റി വെക്കണമെങ്കിൽ അതൊന്ന് മൾട്ടിപ്ലൈ ചെയ്തെടുത്താൽ മതി. ഇപ്പം ഞാൻ 1/2 ലിറ്റർ പാലും കുറച്ച് കണ്ടൻസ്ഡ് മിൽക്കും 1/2 കപ്പ് സേമിയയുമാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഞാൻ എടുത്തിരിക്കുന്ന ഷുഗർ എന്ന് പറഞ്ഞാൽ ഒരു 1/3 കപ്പ് ഉണ്ട്. പിന്നെ കണ്ടൻസ്ഡ് മിൽക്കിൻ്റെ ഒരു മധുരം ഉണ്ടാവുമല്ലോ, അത് ചേർക്കുന്നത് കൊണ്ട് അത്രയാണ്. പിന്നെ കുറച്ച് കാഷ്യൂ നട്ട്സും റൈസിൻസും ഒരു 5 ഏലക്കായും കൂടി പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിത് റോസ്റ്റ് ചെയ്യാത്ത വെർമിസെല്ലിയാണ് എടുത്തിരിക്കുന്നത്. കാരണം ഇവിടെ റോസ്റ്റ് ചെയ്തത് ഇപ്പം ഇല്ല, വാങ്ങിച്ചതില്ല. ഞാൻ ഈ വെർമിസെല്ലി വെച്ചിട്ടുള്ള ഉപ്പുമാവ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് റോസ്റ്റ് ചെയ്യാത്തത് ഞാൻ വാങ്ങിച്ചു വെച്ചിരിക്കുക. അപ്പോൾ അത് റോസ്റ്റ് ചെയ്ത് എങ്ങനെയാണ് സേമിയ പായസം ഉണ്ടാക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. നമുക്ക് നമ്മളുടെ വീഡിയോയിലേക്ക് പോകാം, വരൂ. ഒരു കാര്യം പറഞ്ഞോട്ടെ, എൻ്റെ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണണം, ആദ്യം തൊട്ട് അവസാനം വരെ കാണണം. എന്നിട്ട് വേണം നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ. വരും. കണ്ട ഇവിടെ എടുത്തിരിക്കുന്നത് 1/2 കപ്പ് റോസ്റ്റ് ചെയ്യാത്ത സേമിയ, കാഷ്യൂ നട്ട് ഒരു 10 എണ്ണം എടുത്തിട്ടുണ്ട്, റൈസിൻസും ഒരു 10-15 എണ്ണം എടുത്തിട്ടുണ്ട്. 1/2 ലിറ്റർ പാല് ഒരു പാനിൽ വെച്ചിട്ട് നമ്മൾ തിളപ്പിക്കുകയാണ്. ആദ്യം പാലങ്ങ് തിളപ്പിച്ച് മാറ്റി വയ്ക്കാം. കണ്ടൻസ്ഡ് മിൽക്ക് ഒരു 2 ടേബിൾ സ്പൂൺ എടുക്കുന്നുണ്ട്. ചുവട് കട്ടിയുള്ള ഒരു സ്റ്റീലിൻ്റെ ഒരു പാനാണ് ഞാൻ വെച്ചിരിക്കുന്നത്. ഇതിലേക്ക് ആവശ്യത്തിന് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നമുക്കൊരു ടേബിൾ സ്പൂൺ ഞാൻ ആദ്യം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇനി പോരാതെ തോന്നുകയാണെങ്കിൽ അപ്പോൾ വീണ്ടും ഒഴിക്കാം. ഇതിലേക്ക് നമ്മൾ ഈ കാഷ്യൂ നട്ട് എടുത്തു വച്ചിരിക്കുന്നതും റേസിൻസും ഒന്ന് നല്ല പോലെ റോസ്റ്റ് ചെയ്ത് എടുത്ത് മാറ്റി വയ്ക്കാം. അതായത് കാഷ്യൂ നട്ട് ഞാൻ ആദ്യം ഇട്ട് കൊടുത്തു, അതൊന്ന് ചെറുതായിട്ടൊന്ന് ബ്രൗൺ നിറമായി വരുമ്പോൾ അതിനകത്തേക്ക് റേസിൻസും കൂടി ഇട്ട് കൊടുത്തു. അത് നല്ലതുപോലെ ഒന്ന് ഇളക്കി ഒന്ന് നല്ലതുപോലെ വീർത്ത് വരുമ്പോൾ അപ്പോഴത്തേക്കും ഈ കാഷ്യൂ നട്ടും നല്ല ഗോൾഡൻ ബ്രൗൺ കളറായി വന്നിട്ടുണ്ടാവും. എന്നിട്ട് ഇതിൽ നിന്ന് മാറ്റി വയ്ക്കണം. അപ്പോൾ ഈ പാനിൽ തന്നെ കുറച്ച് നെയ്യിൻ്റെ ഇതുണ്ട്, അതിലേക്ക് നമ്മൾ ഈ വെർമിസെല്ലി റോസ്റ്റ് ചെയ്യാനായിട്ട് ഇടാം. ഞാൻ പറഞ്ഞല്ലോ, റോസ്റ്റ് ചെയ്യാത്ത വെർമിസെല്ലിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് 1/2 കപ്പുണ്ട്. അത് ഇതിലിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കണം.
ഇപ്പം നല്ലതുപോലെ റോസ്റ്റായി വന്നിട്ടുണ്ട്, നല്ലൊരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് പാല് കുറേശ്ശെയായിട്ട് നമ്മൾ തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, ആ പാൽ ഇതിലേക്ക് കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഈ പാൽ ഒന്നിച്ചങ്ങ് ഒഴിക്കുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ കുറച്ച് പാൽ ഒഴിച്ചിട്ട് അതിൽ കിടന്ന് ഈ വെർമിസെല്ലി നല്ലതുപോലെ വെന്ത് നല്ല സോഫ്റ്റായിട്ട് വരണം. ഈ സമയത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. അടിയിലൊന്നും കരിഞ്ഞു പിടിക്കാതെ നമ്മൾ ശ്രദ്ധിക്കണം. ഫ്ലെയിം ഒന്ന് കുറച്ച് ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി വെച്ചാൽ മതി. പിന്നെ ഇത് തിളച്ച് നല്ലതുപോലെ വെന്ത് കഴിയുമ്പോൾ കുറേശ്ശെയായിട്ട് വീണ്ടും പാലൊഴിച്ചു കൊടുക്കാം. അപ്പം ഇതിൻ്റെ കുറുകി വരും. അപ്പോൾ അതനുസരിച്ച് നമ്മൾ വീണ്ടും പാലൊഴിച്ചു കൊടുക്കാം. ബാക്കി പാലുണ്ടായിരുന്നത് വീണ്ടും ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനിയും ഒന്ന് ഇളക്കി കൊടുക്കണം. അതുപോലെ തന്നെ ഈ സമയത്ത് നമുക്ക് വെർമിസെല്ലി കുറച്ചെടുത്ത് ഒന്ന് കൈകൊണ്ട് ഞെക്കി നോക്കിയാൽ അറിയാം അത് നല്ലതുപോലെ വെന്തിട്ടുണ്ടോ ഇല്ലയോ എന്ന്. കണ്ടോ, ഇപ്പം നല്ലതുപോലെ കുറുകി വന്നിട്ടുണ്ട്. പാലും സേമിയയുമായിട്ട് അതിൽ കിടന്ന് വെന്ത് നല്ലതുപോലെ സോഫ്റ്റായി കുറുകി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ലപോലെ വെർമിസെല്ലി വെന്തല്ലോ, ഇനിയും കുഴപ്പമില്ല, നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/3 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ച് വേണമെങ്കിൽ പിന്നീട് ചേർക്കാം. കൂടാതെ ഞാൻ കുറച്ച് കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ, അതായത് ഒരു 2 ടേബിൾ സ്പൂണോളം ഞാൻ കണ്ടൻസ്ഡ് മിൽക്ക് ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ബാക്കി ഇരുന്നിരുന്ന പാല് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. അപ്പോൾ 1/2 ലിറ്റർ പാല് ഫുള്ളായിട്ട് നമ്മൾ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കാനുള്ളത് നമ്മുടെ കണ്ടൻസ്ഡ് മിൽക്കാണ്. അത് ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ്. കണ്ടൻസ്ഡ് മിൽക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം കണ്ടൻസ്ഡ് മിൽക്ക് ഇതിലേക്ക് ചേർത്തു. അപ്പം മധുരം അതുകൊണ്ടാണ് ഞാൻ 1/3 കപ്പ് ആക്കിയത് പഞ്ചസാര. പിന്നെ നോക്കിയിട്ട് വേണമെങ്കിൽ നമുക്ക് ഇട്ടാൽ മതിയല്ലോ. ഇപ്പോൾ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഞാനിതിലേക്ക് റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കാഷ്യൂനട്ട് റൈസിൻസ് ഒക്കെ ചേർത്ത് കൊടുത്തു. ഇനിയും ഇതിനകത്ത് ചേർക്കാനുള്ളത് നമ്മുടെ ഏലക്കാപ്പൊടി. അത് പഞ്ചസാര ചേർത്താണ് 5 ഏലക്കായ ഞാനെടുത്ത് മിക്സഡ് ചെറിയ ജാറിലിട്ട് അതിൻ്റെ ഏലക്കായുടെ അകത്തുള്ള കുരു മാത്രമേ എടുത്തിട്ടുള്ളൂ. അതിൻ്റെ കൂടെ പഞ്ചസാരയും കൂടെ ചേർത്താണ് പൊടിച്ചത്. എന്നിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. ഇപ്പം നമ്മുടെ സ്റ്റൗ ഓഫ് ചെയ്ത് വെച്ചു. പായസം റെഡിയായി. സേമിയ പായസം റെഡി. ശരിക്കും ഈ പാൽപ്പായസം, ഈ സേമിയ പായസം ഇല്ലേ, ഇത് ബോളിയുടെ കൂടെയാണ് കൂട്ടി കഴിക്കേണ്ടത്. കല്യാണങ്ങൾക്കൊക്കെ ഉണ്ടാവും. കണ്ടോ, ഇത് ഒഴിച്ചിട്ട് ഇതിലാണ് നമ്മൾ ഇത് കൂട്ടിയാണ് നമ്മൾ കഴിക്കേണ്ടത്. നല്ല സൂപ്പർ ടേസ്റ്റ്. ഈ ബോളി ഞാൻ ഉണ്ടാക്കിയതല്ല കേട്ടോ, ഇത് ട്രിവാൻഡ്രം അവിടെ നിന്നുള്ള ബോളിയാണ്, ഞാൻ ഉണ്ടാക്കിയതല്ല. നല്ല ടേസ്റ്റുണ്ട്. എൻ്റെ സേമിയ പായസം എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ ഇത് എത്ര പേർക്ക് കഴിക്കാൻ പറ്റും എന്നുള്ളത് പറയണം എന്ന് എന്നോട് പലരും പറയാറുണ്ട്. അപ്പം അതുകൊണ്ട് ഞാൻ പറയാം, ഇത് ഒരു 4 പേർക്ക് കഴിക്കാനുള്ള പായസം ഉണ്ടാവും. ഓരോ കപ്പ് വീതമൊക്കെ കഴിക്കാനുള്ള പായസം ഉണ്ടാവും. കാരണം പിന്നെ അത് ഉറപ്പ് പറയാൻ പറ്റില്ല എനിക്ക്. കാരണം കുറച്ച് കൂടുതൽ കഴിക്കുന്നവരാണെങ്കിൽ ഇത് അത്ര 4 പേർക്കൊന്നും കഴിക്കാൻ പറ്റില്ല. അപ്പോൾ പിന്നെ കൂടുതൽ ക്വാണ്ടിറ്റി വേണമെങ്കിൽ ഇത് കൂടുതൽ പാലും കൂടുതൽ സേമിയയും പഞ്ചസാരയും ഒക്കെ ഇതനുസരിച്ചിട്ട് ഈ പ്രൊപ്പോർഷനിൽ തന്നെ കൂട്ടിയെടുത്താൽ മതി. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് ഉടനെ തന്നെ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.